से ये कैसे अनसुने से जैसे चुमे अंधेरों को कोई नूर. ഹേ എവ്രിവൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. സോ ഫൈനലി വെഡ്ഡിങ് ഡേ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയലില്ല നമ്മൾ ഫാമിലിയിലൊരു വെഡ്ഡിങ് ഉണ്ടെന്ന്. വേറെ അടുത്തല്ല, എൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങാണ്. അപ്പോൾ നമ്മൾ നേരത്തിന് രാവിലെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസം നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് വെഡ്ഡിങ്ങിൻ്റെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സോ അപ്പോൾ അവിടെ ബ്രൈഡ് മെഹന്തിയൊക്കെ ഇട്ടിട്ട് സെറ്റായിരിക്കുന്നുണ്ട്. ഞാനും എനിക്കിടാനായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ മെയിൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ബിസി ആയിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൈമ മാത്രം ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ചു വന്ന് ഈവനിങ് ടൈമിൽ കുഞ്ഞാമ്മയും ഉമ്മാൻ്റെ വീട്ടിൽ കുഞ്ഞാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഓല് വന്നപ്പോൾ ഐസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈമ ഞാൻ കുഞ്ഞാമ്മനെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മെഹന്തി. സോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രൈഡിൻ്റെ തലേ ദിവസം രാത്രി പരിപാടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അവിടെയുള്ള ക്ലിപ്സൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. പിന്നെ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം മോർണിംഗ്. അപ്പോൾ രാവിലെ നിക്കാഹുണ്ട്, 10:30ക്കാണ് നിക്കാഹുള്ളത്. അപ്പോൾ അതിന് നമുക്ക് പോകണം. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടായിരുന്നു. ക്ലാസ് വിട്ട് വന്ന ശേഷം എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു, വേഗം മാറ്റാനുള്ള ടൈമുള്ളായിരുന്നു. സോ പിന്നെ വേഗം പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ല, ഞാൻ ഷർട്ട് ഇട്ടിരുന്നു കുളിച്ചിട്ടും. പിന്നെ എൻ്റെ മെഹന്തിയൊക്കെ കാണിച്ചിട്ട് ഗൈസ്. അപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു. എനിക്ക് ഔട്ട് ഓഫിൻ്റെ ഫോട്ടോസ് എടുക്കാനൊന്നും ടൈമില്ലായിരുന്നു. ആക്ച്വലി നമുക്ക് നിക്കാഹിൻ്റെ കുറച്ച് മുന്നേ അവിടെ എത്തണം, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട് ഓഫ് ഇട്ട് വരുന്നത്. എല്ലാവരും ഒരു മെറൂൺ കളറാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും മാറ്റിയില്ല, ഞാൻ മാത്രം മാറ്റിയിട്ടുള്ളൂ. പിന്നെ വേഗം പോയിട്ട് തറവാട്ടിലേക്ക് പോയി. ഒരു 9:30 ടൈമൊക്കെ ആയിട്ടുണ്ടാവും ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ 10:30ക്കാണ് നിക്കാഹുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ പണി ഓലൊക്കെ വെയിറ്റ് ചെയ്യലായിരുന്നു. ഒരു ഭാഗത്ത് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എൻ്റെതും വല്ലാണ്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അധികം ഫാമിലി ഫോട്ടോസ് ആയിക്കാണ്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുല്ലപ്പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കിഡ്സിനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ ലൈറ്റായിട്ടാണ് ഞങ്ങൾ നിൽക്കാൻ പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് എത്താമെന്ന് വിചാരിച്ചായിരുന്നു, കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറുപ്പറാറിൻ്റെ വേഗം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെയുള്ള ക്ലിപ്സൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല, കാരണം എല്ലാവർക്കും ഓരോരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആക്ച്വലി ഞാൻ അങ്ങനെ ക്ലിപ്സൊന്നും ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ എൻട്രിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇന്നെ കാണുന്നുണ്ടാവില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെ ഈ കാണാത്ത ക്ലിപ്സ് ചിലതിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ എൻട്രിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയുള്ള ക്ലിപ്സൊന്നും ആഡ് ആക്കിയിട്ടില്ല. നിക്കാഹെല്ലാം കഴിഞ്ഞ് നമ്മൾ പുതുക്കം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈവനിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഗ്രൂമിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3:30 ഒക്കെ ടൈമിലാണ് പോകുന്നത്. നമ്മൾ 1 മണിക്കൂർ അവിടെ ഓഡിറ്റോറിയത്തിൽ വെറുതെ പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടെ നല്ല അത്യാവശ്യം കുറച്ചൊക്കെ പരിപാടിയായിരുന്നു. പിന്നെ അവിടെയുള്ള ക്ലിപ്സൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊരു വെഡ്ഡിങ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വെഡ്ഡിങ് മിനി വ്ളോഗ് എന്ന് പറയാം. ആക്ച്വലി ഞാൻ ഒരുപാട് ക്ലിപ്സസ് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.